സാറേ ഈ പാനിൽ സാർ ഇത്ര നല്ല ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളല്ലേ. സാറിന് ഈ പാൻ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ അക്ഷരങ്ങളായിരിക്കും. ഇത് സാധാരണ പേന പോലെയല്ല. സാറിന് എഴുതി നോക്കിയാണെങ്കിൽ സംശയം നോക്കിക്കേ, സംശയം നോക്ക് സാറ്. പക്ഷെ സാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എഴുതുമ്പോൾ നല്ല അക്ഷര വടിവോടുകൂടി എഴുതാനും പിന്നെ സാറിനെ പോലെ ഒരു നല്ല മനുഷ്യൻ എന്തായാലും ഇങ്ങനത്തെ ഒരു പാനോട് തന്നെ എഴുതണം. ഈ പഴയ സാധനങ്ങളോടൊന്നും എഴുതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ എഴുതുമ്പോൾ സാറിന് എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് ക്ലിയർ ആയിട്ട് കാണും ചെയ്യും, നല്ല ക്ലാരിറ്റി കൂട്ടും. അപ്പോൾ എന്തായാലും മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്നവർക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി. സാർ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളല്ല. ഒന്നില്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് എങ്കിലും എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. സാറിന് കുറേ കാര്യങ്ങൾ എഴുതണം, ഫയൽ എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ സാറ് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാറ് നോക്കിയൊക്കെ ഈ പേന നോക്കിയാൽ കണ്ടാ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. സാറ് നോക്ക്, ഇത് കേൾക്കുക, ഒന്ന് സ്റ്റീലാണ്. പിന്നെ തന്നെ താഴ്ത്തി വേണം പൊട്ടൊന്നുമില്ല ഇത്. പിന്നെ തന്നെയില്ല, ഇത് എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവരും സാറിന് കൈ പിടിക്കുക. എന്താ വെച്ചാൽ പറഞ്ഞോളൂ, നല്ല അക്ഷരവടിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ വരും. സാറ് വേണം നോക്കിയേക്ക്. സാർ ചെറുക്കിൻ്റെ സാറ് വേണം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ പേന നോക്കിയിട്ട് സാറ് പറയും എന്താ വേണ്ട വെച്ച് കഴിഞ്ഞാൽ. സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. സാറിന് ഇഷ്ടപ്പെട്ട വിലയും തന്നാൽ മതി. പോരാ സാറേ, ഇത്ര അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയുക. എനിക്ക് എന്തായാലും നമ്മൾ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ സാറിന് എന്തായാലും ഈ പേനയുടെ ഉപകാരങ്ങളൊന്നും നടക്കട്ടെ വെച്ചിട്ടാ സാർ എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ച് നോക്കിക്കോ, സന്തോഷമായിട്ട് മേടിച്ചോ. നോക്ക്, സന്തോഷമായിട്ട് മേടിക്കേ.